ഹായ്, നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസ്, അതായത് 2017 നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ 2025, 8 കൊല്ലം. സീരിയസ്ലി മാൻ, എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒന്ന് ഓർത്ത് നോക്കുന്ന സമയത്ത്, ആ, അവർക്ക് നേരിടേണ്ടി വന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു പേടിയും വിഷമവും ദേഷ്യവും ഒക്കെയാണ് തോന്നുന്നത്. കാര്യം, അവർക്ക് ഉണ്ടായ അനുഭവം, അവർ നേരിട്ടത് ഒരു ചെറിയ കാര്യമല്ല, നിസ്സാരമായ ഒരു ഒരു കാര്യമല്ല. ആ- അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ, അവർ കടന്നുപോയ മാനസികാവസ്ഥ, അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുന്ന ട്രോമ, അത് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ആ, നമുക്ക് തന്നെ ഒരു ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത അവരുടെ കാര്യം ചിന്തിച്ച് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം വലുതാണ് എന്ന്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം അവര് ജീവിച്ച് കാണിച്ചു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു. അത് വലിയ കാര്യം തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് അവരെ ആസ് എ പേഴ്സൺ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലരും ആ, അവര് ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പല കമന്റുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തരത്തിലുള്ള നെഗറ്റീവ്സ് ഞാൻ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നില്ല. ആ, അത്തരത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ: അവര് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവര് വീട്ടില് മിണ്ടാതിരിക്കണമായിരുന്നോ? ചുരുണ്ട് മാറിയിരിക്കണമായിരുന്നോ? അവര് സങ്കടപ്പെട്ട് ഇരിക്കണമായിരുന്നു? അങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞേനല്ലേ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നീ കരഞ്ഞിരുന്നോ? കുഴപ്പമൊന്നുമില്ല, നീ കരഞ്ഞാണ് ഇരിക്കേണ്ടത്, നീ എൻജോയ് ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങരുത്, നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് എന്നാണോ പറയുക? ഒരിക്കലും അല്ലല്ലോ. നമ്മൾ കൂടുതൽ അവരെ എൻകറേജ് ചെയ്യാനും ഓക്കെ ആക്കാനും പോസിറ്റീവ് ആക്കാനും ഒക്കെയാണ് നമ്മൾ നോക്കുക, അല്ലേ? നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം അവരുടെ കേസിലാണെങ്കിലും അവര് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അതിനെയല്ലേ വളരെ പോസിറ്റീവായിട്ട് കാണുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത്, അല്ല? ഇത് പറയണതിൽ അർത്ഥമില്ല. കാരണം ഈ ഒരു വിഷയത്തിലൊക്കെ അന്ന് അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. തിരുത്താൻ പോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാർ സ്വയം ചിന്തിച്ചു നോക്കുക. അവനവന്റെ വീട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ ഒക്കെ പറയുമായിരുന്നോ? മുക്കിലിരുന്നോ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ശരിക്കും ഇവരുടെ കേസിൽ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് വെക്കാം. ലൈക്ക്, അവര് കേസായിട്ട് മുമ്പോട്ട് പോയി എന്നുള്ളത് ഒരു ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിലേ ഇവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അവര് പേടിച്ച് മിണ്ടാതിരുന്നു എങ്കിൽ, അവര് കേസുമായിട്ട് മുമ്പോട്ട് വരാതെ മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത് വേറെ രീതിക്ക് പോയി അവര് കുറെ കൂടി ട്രോമാറ്റിക് ആയി കൂടുതൽ പ്രയാസത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകും. അവർ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയും അത് അങ്ങനെ വരികയും ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഇത്രത്തോളം എങ്കിലും എത്തിയത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവര് വലിയൊരു എക്സാമ്പിൾ ആണ്. അവർ ഒരുപാട് ആളുകൾക്കൊരു ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഒരു ധൈര്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ഇപ്പോ ഡിസംബർ 8-ന് വിധി വന്നു. ആറ് പ്രതികള്, ആറ് പ്രതികള്, അവർക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അവർക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. എന്താണോ മാക്സിമം അത് അവർക്ക് കിട്ടണം. അത് കിട്ടും എന്ന് തന്നെയാണ് ഒരു ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ, ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ വിധി വന്ന സമയത്ത് 8-ാം പ്രതിയായിരുന്ന ദിലീപ് കുറ്റവിമുക്തനായി. ദിലീപ് കുറ്റവിമുക്തനായപ്പോൾ അതിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ദിലീപിനെ കംപ്ലീറ്റ്ലി അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ വിധിയോട് വിയോജിപ്പുള്ള ആളുകൾ ആക്ച്വലി ഉണ്ട്. അത് വരും, ഒബ്വിയസ്ലി വരും, രണ്ട് അഭിപ്രായങ്ങൾ വരും. അതങ്ങനെയാണ്. അത് ഒരു കേസാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അങ്ങനെയാണല്ലോ, പല അഭിപ്രായങ്ങൾ ആക്ച്വലി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതിയാണ്, കോടതി വിധിയാണ് അയാളെ കുറ്റവിമുക്തനാക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് തെളിവ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത് കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കോടതി എന്ന് പറയുമ്പോൾ അവിടെ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ തെളിവുകൾ ഒരു വലിയ വിഷയമാണ്. അവിടെ തെളിവുകൾ വേണം. ഗൂഢാലോചനയാണ് ദിലീപിനെതിരെയുള്ള കേസ്.
ഈ ഗൂഢാലോചന എന്ന് പറയുന്ന സംഗതി തെളിയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രോസസ്സാണ്, അല്ലെങ്കിൽ അത് എളുപ്പമുള്ളൊരു പ്രോസസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ചെറിയ അറിവിൽ നിന്ന്. അപ്പോ പ്രോസിക്യൂഷന്റെ സൈഡിൽ നിന്ന് ദിലീപിനെതിരെയുള്ള തെളിവുകൾ എന്തായാലും അവിടെ അവര് സമർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ ആ തെളിവുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ തെളിവുകൾ അവിടെ വാലിഡ് ആയില്ല, എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ദിലീപ് കുറ്റവിമുക്തനായത്, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിധിപ്പകർപ്പ് വരുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ കുറേയും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിവോട് കൂടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇതോടുകൂടി കഴിഞ്ഞോ, ദിലീപ് രക്ഷപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ആളുകളുടെ ഉള്ളിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങേർക്ക് ഇതിന്റെ അകത്ത് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, 0% ഇൻവോൾവ്മെന്റ് ആണ്, അയാളെ കുടുക്കിയതാണ് എന്നുള്ളൊരു സാഹചര്യമാണ് ജെനുവിൻലി ഉള്ളതെങ്കിൽ അയാൾ രക്ഷപ്പെടും. പക്ഷെ അതല്ല, ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഒരു മാസ്റ്റർ മൈൻഡ് പുള്ളിയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ ഇതോടുകൂടി തീർന്നില്ലല്ലോ. ഇനിയും അപ്പീലുണ്ട്, അപ്പീലിനുള്ള സാഹചര്യങ്ങൾ ആക്ച്വലി ഉണ്ട് അല്ലെ, ഉയർന്ന കോടതികളുണ്ട്. അപ്പോ അവിടെ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് വലിയ കൃത്യമായ ധാരണയില്ല. അപ്പൊ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഇവിടെ കോടതി ഇന്ന് കിട്ടിയ വിധിയിൽ ദിലീപ് കുറ്റവിമുക്തനായി എന്നുള്ളത് ഇരിക്കെ, അടുത്ത ഇതിലേക്ക് പോകുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അടുത്തയിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇഫ് ദിലീപാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഐ റിപ്പീറ്റ്, ദിലീപാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് ദിലീപാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ കുറ്റവിമുക്തനായി എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ പച്ച കളറിൽ ടിക്കിടണം. കുറ്റവിമുക്തനായി, ഈ കോടതിയിൽ കുറ്റവിമുക്തനായി എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇതോടുകൂടി കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്ത ഘട്ടങ്ങളുണ്ട്, അടുത്ത കോടതിയുണ്ട്, മേൽക്കോടതിയുണ്ട്. അപ്പൊ അവിടെയും എന്താ പറയുക, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ അവിടെയും രക്ഷപ്പെടുമോ, അവിടെയും വിമുക്തനാവുമോ, അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് വരുന്നത്, അവിടെ എങ്ങനെയൊക്കെ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും ഭാവി. ഇനി എന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഒരു കൺസേൺ തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളതാണ്. ദിലീപ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ദിലീപ് അല്ല ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആരാണ് പിന്നെ ഇതിന്റെ ചുറ്റുമുള്ളത് എന്നുള്ളതാണ് മെയിനായിട്ട്. അതും ഒരു സൈഡിൽ കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, അന്വേഷിക്കേണ്ട കാര്യമാണ് അല്ലെ. പിന്നെ എന്താ പറയാ, ഇതിന്റെ അകത്ത് ഇപ്പൊ 6 പ്രതികള് അവരുടെ സൗകര്യത്തിന് അവർക്ക് എന്തോ ചെയ്യാൻ തോന്നി എന്നുള്ളൊരു കാര്യം കൊണ്ട് അവർ ചെയ്തതായിരിക്കാനുള്ള സാധ്യതയല്ലല്ലോ ഉള്ളത്. ആർക്കോ വേണ്ടിയാണ് അവർ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അല്ല എനിക്കറിയില്ല, ആർക്കെങ്കിലും വേണ്ടിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ എന്നുള്ള രീതിയിലല്ലേ അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ആർക്ക് വേണ്ടി? ദിലീപിന് വേണ്ടി അല്ലെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം. ദിലീപിന് വേണ്ടി അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ചെയ്തതായിരിക്കാം? ദിലീപാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ, നമ്മുടെ സ്റ്റാൻഡ് അതാണ്. ദിലീപാണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് പേഴ്സൺ ആണ്, നമുക്ക് ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. നമുക്ക് കോടതിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിന്റെ കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലോ, എന്തിന്റെ കാര്യകാരണങ്ങൾ, എന്തുകൊണ്ട് ഈ കോടതി വെറുതെ വിട്ടു എന്നുള്ളതിന്റെ കാര്യകാരണങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഗതി ഒക്കെ വരാൻ ആക്ച്വലി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, ഈ ദിലീപ് അല്ലെങ്കിൽ ആരായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക, ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ദിലീപാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം, ദിലീപ് അല്ല എന്നുണ്ടെങ്കിൽ അതാര്, എന്തായാലും വെറുതെ സംഭവിച്ചതായിരിക്കില്ല, ആരെങ്കിലും കൊടുത്ത ഒരു ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ദിലീപ് അല്ലെങ്കിൽ അതാര്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഇവിടെ നീതി വേണ്ടത് ഇവർക്ക് തന്നെയാണ്, നടിക്ക് തന്നെയാണ്. കാരണം അവര് നേരിട്ട സംഗതി നിസാരമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിസാരമല്ല. ദിലീപിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും, ഇഫ് ദിലീപിന് ഉറപ്പുണ്ടെങ്കിൽ, ദിലീപ് ഇതിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല,
ദിലീപിന് ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല എന്ന് ദിലീപിന് ഉറപ്പുണ്ടെങ്കിൽ ദിലീപിന് ഇപ്പൊ റൈറ്റ് ടൈമാണ്. കാരണം വിമുക്തനായി, പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, പബ്ലിക്കിൽ ഇനി പറയാം, കേസിന് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പുള്ളിനെ കൊടുക്കാൻ നോക്കിയതാണ് എന്നുള്ളൊരു തോട്ട് ദിലീപിനുണ്ടെങ്കിൽ ദിലീപിന് കേസുമായിട്ട് മുമ്പോട്ട് പോകാം. ദിലീപിനെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദിലീപിന് ആ ഒരു സംശയം പ്രകടിപ്പിക്കാം, കേസായിട്ട് മുമ്പോട്ട് പോവാം. പോട്ടെ, മൊത്തത്തിൽ ഇതൊന്ന് കലങ്ങി തെളിയട്ടെ എന്താണെങ്കിലും. കാരണം നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തുള്ള പ്രതിയാണ്. അതിൽ ദിലീപ് ആവണം എന്ന് അല്ല നിർബന്ധം. ദിലീപ് ആണെങ്കിൽ ദിലീപ് പെടണം, ദിലീപ് അല്ലെങ്കിൽ ആരാണെച്ചാൽ അയാൾ പെടണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺസേൺ. അത് എൻ്റെ ഒരു നടിക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ എന്താ പറയാ? കാരണം ഉള്ള അറിവ് വെച്ചിട്ടാണ് പറയുക. അറിവില്ല, നിയമപരമായിട്ടുള്ള അറിവില്ല, അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നേരിട്ടൊരു ബോധ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഈ മീഡിയാസ് നിന്ന് കിട്ടുന്ന സംഗതികൾ മാത്രം വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം കോടതിയിൽ നിന്ന് വിധി വന്ന സ്ഥിതിക്ക് നമുക്ക് അതിനെ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ട് പറയുക, ഇമോഷണലി വേണമെങ്കിൽ പറയാം, പക്ഷെ അതല്ലാതെ നമുക്ക് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ട് പറയുക എന്ന് പറയുന്നത് അത് അത് കുറ്റകരമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് വലിയ ധാരണ ആക്ച്വലി ഇല്ല ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട്. അപ്പൊ ഏതായാലും ബാക്കി വരട്ടെ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതി വരും. ഒരു എന്താ ഒരു വാക്കിട്ടാ പറയാന്നുള്ളത് എനിക്ക് അറിയില്ല. ഒരു 500 പേജ് ഓർത്തോളം വരുന്നവർ അപ്ലോഡ് ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് കൃത്യമായ ഒരു ധാരണ കിട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇത്രയേ ഉള്ളൂ പറയാൻ. ദാറ്റ്സ് ഇറ്റ്.